ഹലോ, ഇന്നൊരു ക്ലീനിങ് ഡേ കേട്ടോ. 2-3 ദിവസം വയ്യാത്തത് കൊണ്ടുണ്ടല്ലോ, ക്ലീനിങ് ഒന്നും നടന്നില്ല. റൂമിൻ്റെ കോലം ഇങ്ങനെ ആയിട്ടുണ്ട് കേട്ടോ. കുഞ്ഞിൻ്റെ മരുന്നും തുണികളും എല്ലാം ഒരു പരുവായി കിടപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് രാവിലെ ആയപ്പം കുറച്ച് ഓക്കെ. അപ്പം ഞാൻ വിചാരിച്ചു പെട്ടെന്നൊന്ന് ക്ലീൻ ചെയ്തേക്കാം. കുഞ്ഞുള്ളതുകൊണ്ട് ഡീപ്പ് ക്ലീനിങ് ഒന്നും നടക്കത്തില്ല. അപ്പോൾ പെട്ടെന്നല്ലാതെ ജസ്റ്റ് ഒന്ന് പുറമേ ഒന്ന് പൊടിയൊക്കെ അടിച്ച് ഒന്ന് തൂത്തുവാരി ബെഡ്ഷീറ്റൊക്കെ മാറാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് കുറച്ച് വെയിലുണ്ടായിരുന്നു, അപ്പം കുറച്ച് തുണി ഉണക്കി കിട്ടി കേട്ടോ. ഈ തുണി ഉണങ്ങാൻ ഭയങ്കര പാടായിരുന്നു ഈ മഴയത്ത്. അങ്ങനെ പിന്നെ തുണിയൊക്കെ ഉണക്കി കാശ്മീരിൻ്റെ സാമഗ്രികളൊക്കെ ഇത് കേട്ടോ. ഇതൊക്കെയാണ് കളിക്കാൻ വേണ്ടിയത്, സ്പൂണ്, ഗ്ലാസ്, ഇതൊക്കെ ഇഷ്ടം. പിന്നെ ഞാൻ പെട്ടെന്ന് പൊടിയൊക്കെ അടിക്കാൻ തുടങ്ങി കേട്ടോ. പിന്നെ അന്നേരം കൊടുത്ത് കുഞ്ഞവിടെ കിടക്കുന്നത്, പിന്നെ കുഞ്ഞിനെ മാറ്റി വലിയ രീതിയിലല്ലെങ്കിൽ പോലും പെട്ടെന്നൊന്ന് ചൂല് കൊണ്ട് തന്നെ എല്ലാം പൊടിയൊന്ന് അടിച്ച് ഞാൻ ഇപ്പം ഷീറ്റ് മാറാതെ അങ്ങ് അടിച്ചോണ്ട്, കാരണം അല്ലെങ്കിൽ പിന്നെ ബെഡ് കവറില്ല പൊടിയൊക്കെ എന്തായാലും മാറേണ്ട ഷീറ്റല്ലേ. അപ്പോൾ പൊടി അതേലാകുമ്പോൾ അതങ്ങ് എടുത്തിട്ട് കഴുകിയാൽ മതിയല്ലോ. പിന്നെ ഒരു തുണി എടുത്താൽ ബെഡിൽ കട്ടിലയിലുള്ള എല്ലാം പൊടികളും എല്ലാം തുടച്ച് കേട്ടോ. നല്ല കണക്ക് പൊടി അടിച്ച് കയറുന്നുണ്ട്, എന്താണെന്നറിയത്തില്ല. പിന്നെ ജനലിലെ പൊടിയെല്ലാം അടിച്ച് വൃത്തിയാക്കി. എന്തായാലും 2 ദിവസം കൂടുമ്പോഴെങ്കിലും ഉണ്ടല്ലോ ജനലിൽ പൊടി അടിച്ച് അങ്ങനെ മൊത്തം ക്ലീൻ ചെയ്തതിന് ശരിയാകത്തില്ല. ഇതെൻ്റെ ടൂളാണ്, ഇപ്പം ഞാൻ കാണിച്ചു തരാം അതിൻ്റെ ഉപയോഗം. ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ഞാനിതുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കണ്ടോ, ഇപ്പോൾ ഈ ഇത് ഷീറ്റ് വിരിക്കുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ കൈയിട്ട് വിരിക്കുമ്പോൾ നല്ല കണക്ക് വേദനിക്കും കേട്ടോ അകത്തോട്ട് കയറ്റുമ്പോൾ. ഇപ്പോൾ ഈ ചീപ്പിൻ്റെ സൈഡിട്ട് അങ്ങോട്ടാകുമ്പോൾ പെട്ടെന്ന് കേട്ടോ. ഞാൻ ഇതോട്ട് കുറേ നാളുകൊണ്ട് ഇതുകൊണ്ടാണ് ചെയ്യുന്നത്. ഇപ്പം ബെഡൊക്കെ ശരിയാക്കി ഷീറ്റൊക്കെ വിരിച്ചു. അല്ലെങ്കിൽ ഇനി അടുത്ത ടേബിളാണ് കേട്ടോ. കുഞ്ഞിൻ്റെ മരുന്നെല്ലാം ഒന്ന് ഒതുക്കി അതും ക്ലീൻ ചെയ്ത് കേട്ടോ. ഇത് കണ്ടോ, പുളിമുട്ട കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എടുത്തൊന്ന് വായിലിടും, നല്ല ടേസ്റ്റായിട്ടോ. എല്ലാം ബേക്കറിയിലും ഉണ്ട്. പിന്നെ തൂത്തുവാരി അതിൻ്റെ ഇടയ്ക്ക് കാശുമോനും കയറി. കാശുമോനുള്ളപ്പോൾ ഞാൻ ക്ലീനിങ്ങിന് കയറാറില്ല. പിന്നെ ഇന്ന് സിറ്റുവേഷൻ ഇതാണ്ട് കയറിയത്. അപ്പം അങ്ങനെ എല്ലാം ഓക്കെ ആയി.